Good morning all. We are going to start with a new chapter, Audit Planning. Then, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? ഒരു ഓഡിറ്റർ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓഡിറ്റിംഗ് വർക്ക് ഏറ്റെടുക്കുമ്പോൾ ഓഡിറ്റർക്കറിയാം എന്താണ്, വാട്ട് ഈസ് ദ എയിം ഓഫ് ദി ഓഡിറ്റിംഗ്, എന്താണ് ആ ഒരു ക്ലയൻറ്റ് കമ്പനി ഓഡിറ്ററിൽ നിന്നും ഏത് കൈൻഡ് ഓഫ് വർക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓഡിറ്റർക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ഓഡിറ്റ് എയിം എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓഡിറ്റർ എങ്ങനെ ആയിരിക്കണം ഓഡിറ്റ് പ്ലാൻ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഓഡിറ്റ് പ്ലാൻ അയാൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ഓഡിറ്റ് വർക്ക് സോ ദാറ്റ് ദ വർക്ക് റൺ സ്മൂത്ത്ലി ടു കൺഫേം ടു ദ പ്ലാൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് പ്രീ അറേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യാം. ഓഡിറ്റ് വർക്കിനെ പ്രീ പ്ലാൻ ചെയ്യുക, പ്രീ അറേഞ്ച് ചെയ്യുക, ഈ വർക്കിനെ കോർഡിനേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ, പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓഡിറ്റ് വർക്ക് വളരെ സ്മൂത്തായിട്ടും ഒരു ടൈംലി മാനറിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും ഇഫക്റ്റീവായിട്ടും ഒരു ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റർ അവിടെ ഓഡിറ്റ് പ്ലാനിങ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ it is the pre-arranging and coordinating the work of the auditor so that the work run smoothly to conform to the plan and quality of the auditor. അപ്പോൾ ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓരോ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഒരു ടൈംലി മാനറിൽ എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവായിട്ടും ആ ഓഡിറ്റർക്ക് ഓഡിറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓഡിറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വാട്ട് ഈസ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഈസ് എബൌട്ട്. നമ്മൾ ഈ ഓഡിറ്റിംഗ് ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടുള്ള ഓഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്, വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് ദ ഓഡിറ്റ്, അതാണ് ഫസ്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മാറ്റർ. ദെൻ നെക്സ്റ്റ് ഓഡിറ്റ് പ്ലാനിങ് ചെയ്യുമ്പോൾ നമുക്കറിയേണ്ടത് ആ ക്ലയൻറ്റ് കമ്പനി കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് ഏത് നേച്ചറിലുള്ളതാണ്, ദെൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയുള്ളതാണ്, കൺസിഡറേഷൻ ഓഫ് ലോസ് ഗവേണിംഗ് ദ എൻറ്റിറ്റി ഓഫ് ദ ക്ലയൻറ്റ്, ആ ക്ലയൻറ്റ് ഫോളോ ചെയ്യുന്ന കുറച്ച് ലോസ് ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒബ്റ്റെയിൻ ദ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ്, ഒരു ഓഡിറ്ററുമായിട്ട് ഒരു അഗ്രിമെൻറ്റിൽ എത്തുമ്പോൾ അതിലെന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാൻ ഫോർ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ, ഓഡിറ്റിംഗ് വർക്കിൽ ഓഡിറ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ഒരു ഓഡിറ്റ് വർക്കിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്, അത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. പിന്നെ മാൻ പവർ പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ പ്ലാൻ, അതായത് ഒരു ഓഡിറ്റർ ഒറ്റയ്ക്ക് ആയിരിക്കില്ല ചിലപ്പോൾ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക, അസിസ്റ്റൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മാൻ പവർ പ്ലാനിങ്, അസിസ്റ്റൻസിന് എന്തൊക്കെ ജോബ്സ് അസൈൻ ചെയ്ത് കൊടുക്കണം, ദെൻ അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ അസിസ്റ്റൻസൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വാളിറ്റി കൺട്രോൾ പ്ലാൻ തയ്യാറാക്കിയിരിക്കണം. കോർഡിനേറ്റ് ദ വർക്കിനെ കോർഡിനേറ്റ് ചെയ്യുക. ദെൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഡിറ്റ് പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനെ പറ്റിയാണ് നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്, സ്കോപ്പ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് what are the nature of the business of the client, then understand the internal control system prevailing in the organization, consideration of the law, then obtain എന്തൊക്കെയാണ് ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ്, ഒരു ഓഡിറ്റിനെ സംബന്ധിച്ച് ഓഡിറ്റിൻ്റെ എഗ്രിമെൻറ്റിൽ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. പ്ലാൻ ഫോർ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ, എങ്ങനെയായിരിക്കണം ഒരു ഓഡിറ്റ് പ്രൊസീജിയർ, എങ്ങനെയാണ് നമ്മളതിനെ ഷെഡ്യൂൾ ചെയ്യുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെയായിരിക്കണം നമ്മൾ മാൻ പവർ പ്ലാനിങ് ചെയ്യുന്നത്, എങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ നമുക്ക് ഒരു ഓഡിറ്റ് വർക്കിനെ കോർഡിനേറ്റ് ചെയ്യാം, എങ്ങനെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻ നടത്താം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഡിറ്റ് പ്ലാനിൽ വരുന്നത്. ദെൻ ഒരു ഓഡിറ്റർ
ഒരു ഓഡിറ്റ് വർക്കിനെ പ്ലാൻ ചെയ്ത് അത് പെർഫോം ചെയ്യുമ്പോൾ then only he can make it smooth and effective. But there are some contingency, അല്ലേ? ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അവിടെ നമുക്ക് അത് മാറ്റി മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഓഡിറ്റ് പ്ലാനിങ് കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കണ്ടിന്യൂസ് പ്രോസസ്സ് ആവാനുള്ള കാരണം നമ്മൾ ഓൾറെഡി ഒരു ഓഡിറ്റർ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബട്ട് അവിടെ എന്തുണ്ടായിരിക്കും, ചില കണ്ടിജൻസി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഈവൻറ്റ് ഒക്യർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മോഡിഫൈ ദാറ്റ് പ്ലാൻ. സോ ഇറ്റ് ഈസ് കോൾഡ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇനി ഈ ഓഡിറ്റ് പ്ലാനിൽ 2 ഡയമെൻഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത്, ആദ്യം നമ്മളൊരു ഓവറോൾ ഓഡിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, ടൈം ഫ്രെയിം വർക്ക്, എത്ര ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, എപ്പോൾ റിപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു പ്ലാൻ. അതാണ് ഒരു ഡയമെൻഷൻ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഡെവലപ്പിംഗ് ആൻ ഓഡിറ്റ് പ്രോഗ്രാമാണ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ നേച്ചർ ആൻഡ് ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ, എങ്ങനെയാണ്, ഏത് നേച്ചറിലുള്ള ഓഡിറ്റിംഗ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ടൈമിംഗ്, എത്ര ടൈമിൻ്റെ ഉള്ളിൽ നമ്മളത് ഫിനിഷ് ചെയ്യണം, എത്രത്തോളം ആ ഓഡിറ്റ് പ്രൊസീജിയർ കവർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ 2 ഡയമെൻഷനാണ്. ഒന്ന് ഓവറോൾ ഓഡിറ്റ് പ്ലാൻ, ദെൻ ഓഡിറ്റ് പ്രോഗ്രാം. നെക്സ്റ്റ് ടോപ്പിക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓഡിറ്റ് പ്ലാനിംഗ് ആണ്. ഒരു ഓഡിറ്റ് പ്ലാനിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ടേംസ് ഓഫ് എഗ്രിമെൻ്റ് ആണ്. നമ്മളൊരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ ക്ലയൻറ്റ് കമ്പനിയും ഓഡിറ്ററും അവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിലെന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത് അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ഓഡിറ്റ്. വാട്ട് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ് വർക്ക്? അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം കൺസിഡർ ചെയ്യേണ്ടത്. ദ നേച്ചർ ഓഫ് റിപ്പോർട്ട് ആൻഡ് ടൈമിംഗ് ഓഫ് സബ്മിഷൻ. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പല കൈൻഡ് ഓഫ് റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കൈൻഡ് റിപ്പോർട്ടാണ്, ദാറ്റ് മീൻസ് റിപ്പോർട്ടിങ്ങിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ സബ്മിഷൻ ഏത് ടൈമിൽ എപ്പോൾ ആർക്ക് സബ്മിറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ലീഗൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻ. ഒരു ഓഡിറ്റ് വർക്കിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് there may be lots of legal aspects and statutory restriction. So we have to consider that factor also. Then accounting policies followed by the business house. Every organization must follow some kind of policies. So ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്തൊക്കെ അക്കൗണ്ടിങ് പോളിസീസ് ആണ് നമ്മളുടെ ക്ലയൻറ്റ് കമ്പനി ഫോളോ ചെയ്യുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് സ്പെഷ്യൽ ഓഡിറ്റ് ഏരിയാസ്. ഇനി അറിയേണ്ടത് നമ്മളുടെ കൂടുതലായിട്ടും ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട, ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കേണ്ട ഓഡിറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡ്യൂ ടു ഫ്രോഡ് ഓർ എറേഴ്സ്. ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ പർപ്പസ്ഫുള്ളി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എററായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രോഡായിട്ടൊക്കെ ആയിരിക്കാം. സോ അവിടെ ഒരു നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ് വരാം. സോ അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. എക്സ്റ്റെൻറ്റ് ഓഫ് വർക്ക് പാർട്ടിസിപ്പേഷൻ ബൈ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്, എക്സ്പേർട്സ് എക്സെട്ര. ഒരു ഓഡിറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സും എക്സ്പേർട്സും എല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഈ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ എക്സ്പേർട്സിൻ്റെയും ഭാഗത്ത് നിന്നുണ്ട്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഡൺ ബൈ ദ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മളൊരു ഓഡിറ്റ് പ്ലാനിങ് കണ്ടക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. ദ ടേംസ് ഓഫ് അഗ്രിമെൻറ്റ്, the statutory duties connected with the audit, the nature of report and timing for submission, legal and statutory restrictions, accounting policies followed by the business house,
identification of significant and special audit areas, probability of misstatement in financial statement due to fraud or errors, then extent of work participation by by internal auditors, experts, etc. Next one, audit control. Obviously, if there is audit plan, there should be some kind of audit control. അപ്പോൾ എന്താണ് ഓഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്? ഓഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള പോലെ തന്നെ ഓഡിറ്റ് വർക്ക് പോകുന്നില്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. Sometimes we can identify some deviation from the audit plan, then we can take corrective measures to rectify that deviation. അപ്പോൾ ഒരു ഓഡിറ്റ് കൺട്രോൾ എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സസൈസ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ടു എൻഷുർ ദ ഓഡിറ്റ് പ്ലാൻ ഈസ് ആക്ച്വലി ഫോളോഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി മൂവ്ഡ് അക്കോർഡിംഗ് ടു ദ പ്ലാൻ. ഇഫ് ദർ ഈസ് എനി മോഡിഫിക്കേഷൻ, അല്ലേ, എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മോഡിഫിക്കേഷൻ കമ്പൽസറി ആയിട്ടും ചെയ്യേണ്ടതായിട്ട് വരും. പല റിയൽ ലൈഫ് സിറ്റുവേഷൻസിലും നമുക്ക് അതിനെ മീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓഡിറ്റ് പ്ലാനിൽ മോഡിഫിക്കേഷൻ കമ്പൽസറി ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ ഓഡിറ്റ് വർക്ക് പോകുന്നുണ്ടോ, സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, എൻഷുർ ചെയ്യുക. അതിനെയാണ് ഓഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് കൺട്രോൾ ഇറ്റ് മേ ബി ഓൺ ഓഡിറ്റ് അസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കാം, പ്രോപ്പർ ഫയൽസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിലായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സസൈസ് നമുക്ക് ദാറ്റ് മീൻസ് ദ ഓഡിറ്റ് കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓഡിറ്റ് കൺട്രോൾ ഓവർ അസിസ്റ്റൻസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. എങ്ങനെയാണ് ഒരു അസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓഡിറ്റ് കൺട്രോളിങ് എങ്ങനെയാണ്, അസിസ്റ്റൻസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? The control over audit assistance is exercised with the following objectives. എങ്ങനെയാണ്? To know that the work proceeds as per schedule. ഷെഡ്യൂൾ പ്രകാരം തന്നെ വർക്ക് പ്രൊസീഡ് ചെയ്യുന്നില്ലേ? To ascertain whether the work is performed by assistants as per assignment. നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള പോലെ തന്നെ നമ്മളുടെ വർക്ക് അസിസ്റ്റൻസ് ചെയ്യുന്നില്ലേ? To provide necessary training and guidance to assistants in carrying out the work. അപ്പോൾ ഈ ഒരു അസിസ്റ്റൻസിന് അവർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്ക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഗൈഡൻസും കൊടുക്കേണ്ടതായിട്ട് വരും. To understand the practical difficulties in performing the audit work. അപ്പോൾ ഈ ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എന്തറിയാൻ പറ്റുക, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കാം. ടു അപ്ഡേറ്റ് ദ പ്ലാൻ ഇൻ ദ ലൈറ്റ് ഓഫ് ദ ന്യൂ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പല ചേഞ്ചസും വരും. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മോഡിഫിക്കേഷൻ, പ്ലാനിങ്ങിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ദാറ്റ് മീൻസ് നമ്മളുടെ പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു ഓഡിറ്റ് വർക്ക് സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഓഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് അസിസ്റ്റൻസിൻ്റെ മുകളിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഷെഡ്യൂൾ പ്രകാരം വർക്ക് നടക്കുന്നില്ലേ എന്നുള്ളത് നോക്കണം. അസിസ്റ്റൻസ് അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്ക് പെർഫോം ചെയ്യണില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ അവർക്കത് ചെയ്യാനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുക. ഒരു വർക്ക് നടത്തുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ നമ്മളുടെ പ്ലാനിനെ അപ്ഡേറ്റ് ചെയ്യണം. ദെൻ ഒരു എസ്സേക്ക് സ്കോപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ് ആണ്. പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്. ഓഡിറ്റിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം? അപ്പോൾ ഒരു ഓഡിറ്റ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ആണ് ഫസ്റ്റ് വൺ പറയുന്നത്.
അപ്പോൾ കൺസേൺഡ് അതോറിറ്റിയുടെ കയ്യിൽ നിന്നും ഓഡിറ്റർക്ക് ഒരു ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കണം. ഹി ഷുഡ് സീ ദാറ്റ് മീൻസ് ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ അപ്പോയിൻമെൻറ്റ് ടു ദ ഓഡിറ്റ് അക്കൗണ്ട്സ് എ ലിമിറ്റഡ് കമ്പനി ഹാസ് ബീൻ. ഇപ്പോൾ ഒരു ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ട്സ് ആണ് നമ്മളെ ഒരു ഓഡിറ്ററിനെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സോ ആയിരിക്കണം. കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസൊക്കെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. ഇനി സപ്പോസ് വെദർ ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഓർ സോൾ ട്രേഡർ, then the auditor must obtain an appointment letter from the any partner of the firm. Whether it is a sole trader, then it is from the sole proprietor. അപ്പോൾ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻ്റ് ആണ്. ഒരു ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നടക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ എ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഫ്രം ദ കൺസേൺഡ് അതോറിറ്റി. Suppose it is a limited company, the letter of appointment should be obtained from the shareholders or directors. If it is a partnership firm, it should be obtained from any partner. If it is a sole trader, then the letter of appointment should be obtained by the sole proprietor. Then second one is letter of engagement. Letter of engagement. Letter of engagement, it is very important. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ലെറ്റർ, വാട്ട് ഈസ് ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ്? ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെറ്റർ ഗിവൺ ബൈ ദ ഓഡിറ്റർ. ആദ്യത്തെ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം ഓഡിറ്റർക്ക് കൊടുക്കുന്നതാണ്. ഇവിടെ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് it is given by the auditor on receipt of the appointment letter to the client accepting the appointment. അപ്പോൾ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കൺസേൺഡ് അതോറിറ്റി ഓഡിറ്റർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ റിട്ടേൺ ആയിട്ട് ആ ഒരു അപ്പോയിൻമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഓഡിറ്റർ കൊടുക്കുന്ന ലെറ്ററിനെയാണ് ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുക. ദെൻ ഓഡിറ്ററും ക്ലയൻറ്റും തമ്മിൽ ഒരു ഓഡിറ്റ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്തിലുണ്ടായിരിക്കും? ഈ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കും. ഇനി ഈ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റിൻ്റെ കണ്ടൻറ്റിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെന്തൊക്കെയാണ് ഉണ്ടാവുക? ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓഡിറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്? നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ മാനേജ്മെൻറ്റിന് എത്രമാത്രം അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് പോളിസി. ഇനി മാനേജ്മെൻറ്റ് ഒരു അവരുടെ സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് പോളിസീസ് സെലക്ട് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ, മെറ്റീരിയൽ ഡിപ്പാർച്ചർ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നുള്ള മെറ്റീരിയൽ ഡിപ്പാർച്ചറിൻ്റെ എക്സ്പ്ലനേഷൻ, ഇത്തരം കാര്യങ്ങളിൽ മാനേജ്മെൻറ്റിന് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ പ്രിപ്പയറിംഗ് ദ അക്കൗണ്ട്സ് ഓൺ എ ഗോയിങ് കൺസേൺ ബേസിസ്. ഓൺ ഗോയിങ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 1-2 വർഷത്തേക്കല്ല, ഇറ്റ് ഈസ് ഫോർ ലോങ് ടേം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓൺ ഗോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓൺ ഗോയിങ് കൺസേൺ ബേസിസിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ മാനേജ്മെൻറ്റ് എത്രത്തോളം റെസ്പോൺസിബിളാണ്. ദെൻ നെക്സ്റ്റ്, മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർനെസ്സിൽ എസ്റ്റിമേറ്റും അതിനെ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ മെയിൻ്റെനൻസ് ഓഫ് ആഡിക്വേറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. ഒരു ഓർഗനൈസേഷനിലെ അക്കൗണ്ടിങ് റെക്കോർഡ്സും ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മാനേജ്മെൻറ്റ് എത്രമാത്രം റെസ്പോൺസിബിളാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ്. സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ലെജിസ്ലേഷൻസ്, റെഗുലേഷൻസ്,
ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ പറയുന്ന പ്രൊനൗൺസ്മെൻറ്റ്സ്, ഇതൊക്കെ വരുന്നതാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അറേഞ്ച്മെൻറ്റ് റിഗാർഡിംഗ് പ്ലാനിങ് ഓഫ് ഓഡിറ്റ്. ഒരു ഓഡിറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് വരുന്നത്? Expectation from the management of receiving written confirmation concerning representation made in connection with the audit. ഇനി മാനേജ്മെൻറ്റിൻ്റെ ചില എക്സ്പെക്റ്റേഷൻ, എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ആണ്? ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു റിട്ടൺ കൺഫർമേഷൻ കിട്ടുന്നതിൽ മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ. Basis on which the audit fees is to be computed and billing arrangements. എന്തിൻ്റെ ബേസിസിലാണ് നമുക്ക് ഓഡിറ്റ് ഫീസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ദെൻ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻവോൾവ്മെൻറ്റ് ഓഫ് അതർ എക്സ്പേർട്സ്. മറ്റുള്ള എക്സ്പേർട്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്? ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്ര ഉണ്ട്? ഇപ്പോൾ ഒരു ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ പല ആവശ്യങ്ങൾക്കും നമ്മൾ പറഞ്ഞു എക്സ്പേർട്സിൻ്റെയും ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിൻ്റെ ഒക്കെ സഹായം തേടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണ്? അറേഞ്ച്മെൻറ്റ്സ് ഫോർ എനി റെഫറൻസ് ഓർ അതർവൈസ് വിത്ത് ദ പ്രൊസീഡിയേഴ്സ് ഓഡിറ്റേഴ്സ് വേർ ദ എൻഗേജ്മെൻറ്റ് ഈസ് ന്യൂ വൺ. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു പുതിയതായിട്ട് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫറൻസിനൊക്കെ ചെയ്യേണ്ടി വരും. നമ്മളുടെ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള റെഫറൻസൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്. എനി റെസ്ട്രിക്ഷൻ ടു ദ ഓഡിറ്റേഴ്സ് ലയബിലിറ്റി. ഓഡിറ്ററുടെ ലയബിലിറ്റിയിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അത്. ഇത്രയും കാര്യങ്ങളാണ് ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റിൻ്റെ കണ്ടൻറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. Then the next one is understanding the nature and scope of duties. Understanding the nature and scope of duties. ഇതിൽ നമ്മൾ പറയുന്നത് the auditor should find out the precise nature and scope of his duty. അപ്പോൾ ഓഡിറ്റർക്ക് അറിയണം എന്താണ് ഒരു ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ സ്കോപ്പ് ഓഫ് ഡ്യൂട്ടി, അയാളുടെ ഡ്യൂട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, നിയമപ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഓഡിറ്റർക്ക് അറിയുന്നുണ്ടായിരിക്കണം. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഓർ സോൾ ട്രേഡർ ബിസിനസ്, അയാൾക്ക് ഇൻസ്ട്രക്ഷൻസ്, അയാളുടെ നേച്ചർ ഓഫ് ഡ്യൂട്ടീസിനെയും നേച്ചർ ഓഫ് വർക്കിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അയാൾക്ക് കിട്ടണം. സപ്പോസ് ഒരു കമ്പനിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അയാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അയാളുടെ പവേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ കമ്പനീസ് ആക്റ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സോ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഡ്യൂട്ടി. ഒരു ഓഡിറ്റർ മൂന്നാമത്തെ സ്റ്റേജിൽ അറിയേണ്ടത് അയാളുടെ ഓഡിറ്റ് വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഡ്യൂട്ടീസ് അയാൾക്കുണ്ട്. സപ്പോസ് കമ്പനിയുടെ ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ അത് കമ്പനീസ് ആക്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേസമയം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയും സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെയൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ആണ് നമുക്കത് അറിയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, അസർട്ടൈൻ ദ നേച്ചർ ഓഫ് ദ ബിസിനസ് ഓഫ് ദ ക്ലയൻറ്റ്. Ascertain the nature of business of the client. Then ഇതിൽ നമ്മൾ പറയുന്നത് the auditor should ascertain the nature of the business. ആ ഒരു നമ്മൾ ഏത് കമ്പനിയുടെ ആണോ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് ആ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ്സിൻ്റെ നേച്ചർ ഏതാണെന്നുള്ളത് ഓഡിറ്റർക്ക് അറിവുണ്ടായിരിക്കണം. സപ്പോസ് ചിലപ്പോൾ അത് ടെക്നിക്കൽ നേച്ചറിലുള്ളതായിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നേച്ചറാണോ ഇപ്പോൾ സപ്പോസ് ടെക്നിക്കൽ നേച്ചറിലുള്ളതാണെങ്കിൽ ഓഡിറ്റർക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിവുണ്ടായിരിക്കണം. നെക്സ്റ്റ്, എക്സാമിൻ ദ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. Examine the system of internal control. ഇതിൽ പറയുന്നത് he should examine the internal check and control system in operation and the scope of internal audit if any in force. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ചെക്കിങ്ങും ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസും ഒക്കെ ഇവിടെ എക്സാമിൻ ചെയ്യേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഒബ്റ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ബുക്സ്
and documents. Obtain the list of books and documents. അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത് ഓഡിറ്റർക്ക് ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഫേം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. മാത്രമല്ല അതൊരു റെസ്പോൺസിബിൾ ഓഫീസർ ഡ്യൂലി സൈൻ ചെയ്തിട്ടുള്ളതും ആയിരിക്കണം. നെക്സ്റ്റ്, obtain the name of directors or partners and principal officers. Obtain the name of directors, principal, etc. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ പറയുന്നത് ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ എ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനി ആണെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവണം. മാത്രമല്ല ലിസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഓഫീസേഴ്സിൻ്റെയും, അതായത് അവർ പെർഫോം ചെയ്യുന്ന വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ആണെങ്കിലും പ്രിൻസിപ്പൽ ഓഫീസേഴ്സിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് അവിടെ കിട്ടിയിട്ടുണ്ടാവണം. Then obtain the copies of annual accounts and auditors report to the previous year. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ പറയുന്നത് obtain the copies of annual accounts and auditors report of the previous year. Then the auditor should obtain the copies of annual accounts of the previous year. കഴിഞ്ഞ വർഷങ്ങളിലെ ആനുവൽ അക്കൗണ്ട്സിൻ്റെ കോപ്പീസ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ആ വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടും ഉണ്ടായിരിക്കണം. കാരണം പ്രീവിയസ് ഇയറിലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കിട്ടിയേ തീരുള്ളൂ. ദെൻ അത് കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ്. ഇൻസ്പെക്ട് the legal documents. അത് കഴിഞ്ഞാൽ നോക്കേണ്ടത് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇപ്പോൾ കമ്പനി മീറ്റിംഗ്സിൻ്റെ മിനിറ്റ്സ്, ഇതൊക്കെയാണ് സാധാരണ ഓഡിറ്റർ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ സ്റ്റഡി ദ പ്രോസ്പെക്ടസ്, അണ്ടർ റൈറ്റിംഗ് അഗ്രിമെൻറ്റ്സ് എക്സെട്ര. സ്റ്റഡി the prospectus, underwriting, agreements, etc. നെക്സ്റ്റ് സ്റ്റേജിൽ ഇവിടെ ഓഡിറ്റർ കെയർഫുള്ളി, അതായത് തറോലി അവർ എക്സാമിൻ ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ പ്രോസ്പെക്ട്സ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എക്സാമിൻ ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് അണ്ടർ റൈറ്റിംഗ് അഗ്രിമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യും. ദെൻ അടുത്തത് എക്സാമിൻ ദ പ്രിവെയിലിംഗ് അക്കൗണ്ടിങ് സിസ്റ്റം. എക്സാമിൻ ദ പ്രിവെയിലിംഗ് അക്കൗണ്ടിങ് സിസ്റ്റം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ എവരി ഓർഗനൈസേഷൻ ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് എക്സാമിൻ ചെയ്യാം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം. ഇതൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത് ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പറേഷനാണ്.
അപ്പോൾ ഇപ്പം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, ഇതൊക്കെ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു ഓഡിറ്റർ. ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്ററിൻ്റെ പ്രിപ്പയർ ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് പ്രിപ്പറേഷൻ ബിഫോർ ദ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. ആദ്യം ഓഡിറ്റ് എന്താണെന്നുള്ളത് എഴുതുക, അതിനുശേഷം എന്തൊക്കെയാണ് ഒരു ഓഡിറ്റർ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ആദ്യം ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കണം, ദെൻ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ്. ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസേൺഡ് അതോറിറ്റി ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഓഡിറ്റർക്ക് കൊടുക്കുന്നതാണ്. ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കിട്ടി, അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ റിട്ടേൺ ആയിട്ട് ഓഡിറ്റർ ക്ലയൻറ്റ് കമ്പനിക്ക് കൊടുക്കുന്നതാണ് ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിൽ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് പറയാം. ദെൻ ആ ഒരു നേച്ചർ ഓഫ് ഡ്യൂട്ടി എന്താണ്, സ്കോപ്പ് ഓഫ് ഡ്യൂട്ടി എന്താണെന്നുള്ളത് ഓഡിറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് ആ ഒരു ക്ലയൻറ്റ് കമ്പനി ഏത് നേച്ചറിലുള്ള ബിസിനസ്സാണ് കണ്ടക്ട് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അതിനുശേഷം അവിടെ പ്രിവെയിൽ ചെയ്യുന്ന ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എക്സാമിൻ ചെയ്യണം. ദെൻ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ലിസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. ദെൻ അവിടുത്തെ പാർട്ട്നേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ലിസ്റ്റ് കിട്ടണം. ആനുവൽ അക്കൗണ്ട്സിൻ്റെ കോപ്പീസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ എക്സാമിൻ ചെയ്യും. അത് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്റ്റ് ചെയ്യും. പ്രോസ്പെക്റ്റസിനെ പറ്റിയും എന്തെങ്കിലും തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ്സോ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തറോലി എക്സാമിൻ ചെയ്യും. അവിടെ പ്രിവെയിൽ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം എക്സാമിൻ ചെയ്യും. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഫൈനലി ഒരു ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യും. ഇത്രയാണ് നമുക്ക് ഈ ഒരു എസ്സേയിൽ എഴുതാനുള്ളത്. So that's for today. Thank you.